അപ്പോൾ ഇന്ത്യയുടെ ചില കൂതറ എക്കണോമിസ്റ്റുകൾ പറഞ്ഞു ഇന്ത്യ ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു ബ്ലണ്ടർ ആയിരിക്കും ഇത് കാണിക്കുന്നത്. ചൈനയ്ക്കാണ് ഇത് മേൽക്കോയ്മ ഉണ്ടാകുന്നത്. ഇന്ത്യ അത്ര വലിയ മാനുഫാക്ചറിങ് രാജ്യമൊന്നും അല്ല. അപ്പുറത്ത് റഷ്യ എന്ന് പറയുന്ന മിലിറ്ററി ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന രാജ്യമാണ്. അതിനകത്ത് ഡോളർ അങ്ങോട്ട് മാറ്റിയിട്ട് ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവന്ന് ചൈനയാണ് പൂർണ്ണ ആധിപത്യം കൊണ്ടുവരുന്നത്. ഇത് ചൈനയുടെ ലോങ് ടൈം ആവശ്യമാണ്. ഇതിനകത്ത് പെട്ടുപോകുന്ന ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തികം തകർന്ന് നാശമാകുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ സോക്കോൾഡ് ഗോതി മീഡിയകളൊക്കെ വെച്ചങ്ങനത്തി ബ്രിക്സിന്റെ കറൻസി, ആ കറൻസി, ഈ കറൻസി. ഇന്ത്യയുടെ റിസർവ് മുഴുവനും ഡോളറിലാണ്. ആ ഡോളറെ മാറ്റിയിട്ട് അപ്പൊ അത് ഇന്ത്യൻ കറൻസി എന്നൊക്കെ ചില ഇന്ത്യൻ പഴയ നീതി ആയോഗിന്റെ ചെയർമാൻ, അത് മലയാളിയായ IAS ഓഫീസർ, അയാളും വെച്ചടിച്ചു. പൊട്ടത്തരം മാത്രമാണ് വിളിച്ചു പറയുന്നത്. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെപ്പറ്റി ആർക്കും ഒരു ധാരണ വേണ്ട. പറയുന്ന എല്ലാം വിഡ്ഢിത്തരം. അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. എന്താ കാരണം? കാരണം അറിയാം, ഇനി ഫർദർ കളിച്ചു കഴിഞ്ഞാൽ അടുത്ത വേറെയും കുറച്ച് പരിപാടി കിട്ടും. ഒന്നാമത് ഇപ്പം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ് ഇന്ത്യയുടെ എക്കോണമി.